Hi all. Good evening. And മോന് ഈ നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ട് തന്നു വെച്ചിട്ടുണ്ട്. Thank you, Zaino. Okay, we have enough time, but നമുക്ക് മാക്സിമം ഇല്ലാത്ത ടോപ്പിക്സ് ലൈവ് എടുത്തിട്ട് തന്നെ തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ OB ക്ലിനിക്കലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കുറെ ലൈവ് എടുത്ത് തീർത്തിട്ടുണ്ട്. നിങ്ങളെ ലൈവ് ഇല്ലാത്ത ഭാഗം എന്ത് ചെയ്യാ എനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക, നമ്മൾ അതൊക്കെ ഒന്ന് ലൈവ് എടുക്കാം. ഇങ്ങനെ ഒരു വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ 2 ദിവസവും 3 ദിവസവും കൂടുമ്പോൾ ഒരു ലൈവ് ഇട്ടാൽ നമുക്ക് ആ പോർഷൻസ് ഒക്കെ തീർക്കാം. അപ്പൊ നിങ്ങൾക്ക് ലൈവ് തന്നെ എല്ലാം കയറാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ കാണാം, ഓഡിയോ കേൾക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സോ അങ്ങനെ ചെയ്യാവോ? ഏതൊക്കെയാ ഇല്ലാത്ത ഭാഗം എന്നൊന്ന് ജസ്റ്റ് ടോപ്പിക്സ് ഇങ്ങനെ അയച്ചു തന്നാൽ മതി, ഞാൻ അത് എടുക്കാം. ഓക്കെ, അപ്പം ടീം ഡൈനാമിക്സ് ആണ് ഇപ്പം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ടീം ബിൽഡിങ്, ടീം ഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത്. ടീം ഡൈനാമിക്സ് ഇപ്പൊ ഇത് ഒത്തിരി ഉണ്ട്, ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, പക്ഷെ ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ നോക്കുകയും വേണം കേട്ടോ. ഒത്തിരി ഉണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്നും നമുക്ക് എഴുതി വെക്കണമെന്നില്ല, കാരണം ഒരു എസ്സേ വന്നാൽ പോലും ഉൾക്കൊള്ളിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് എന്തായാൽ മതി, നോക്കിയാൽ മതിയാവും. ഓക്കെ, ലെറ്റ്സ്. അപ്പം team dynamics. Scientists studying social behavior typically have to choose between using groups that exist naturally in the real world and artificially creating groups that possess certain desirable characteristics. അതായത് സോഷ്യൽ ബിഹേവിയർ പഠിക്കുന്ന ആളുകൾ, അതായത് സയന്റിസ്റ്റുകൾ എന്താണ് ടിപ്പിക്കലി ചൂസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ്സ് നാച്ചുറലി ആയി വരുന്ന ഗ്രൂപ്പ്സും ഉണ്ട്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, എനിക്കൊക്കെ പണ്ട് ഓർമ്മയുണ്ട്, പിന്നെ ഒപ്പന കളിക്കാൻ വേണ്ടി ഇപ്പൊ റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, എനിക്കുള്ള ഓർമ്മയാണ് കേട്ടോ. ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞ് പല പല ക്ലാസ്സിൽ നിന്ന് ഒരു 10 പിള്ളേരെ ഗ്രൂപ്പ് ആക്കും. അത് എന്താണ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റിംഗ് ഗ്രൂപ്പാണ്. പിന്നെ ഒരു ആക്സിഡന്റ് നടന്നു, പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം ഉണ്ടാവുന്നു, അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു, വണ്ടി വിളിക്കുന്നു, ഒരാൾ വെള്ളം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അത് നാച്ചുറലി ബിൽഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അപ്പം എപ്പോഴും ഈ 2 ഗ്രൂപ്പ്സിനെയും ആര് പഠിക്കാറുണ്ട്? സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കാറുണ്ട്. നാച്ചുറൽ റിയൽ വേൾഡ് ആൻഡ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റീവ് ഗ്രൂപ്പ് ദാറ്റ് possess certain desirable characteristics. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. Thus, studies can vary from a combined team composed of 5 or so undergraduate psychology students who are asked to solve puzzles to a natural team such as doctors and nurses who actually perform open heart surgery for the purpose of conducting research. Does it seem that one is too artificial and the other is too uncontrollable? One context that allows researchers to combine the balance, both the need for reality and the need for controllability in sports. അതുകൊണ്ട് തന്നെ studies can vary from a committed team composed of 5 or so undergraduate psychology students who are asked to solve puzzles. ആ ഒരു 5 കുട്ടികൾ അടങ്ങുന്ന അതൊരു റിസർച്ച് പോലെ പറയുന്നുണ്ട്. 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് അണ്ടർ ഗ്രാജുവേറ്റ് സൈക്കോളജി സ്റ്റുഡൻസിനെ എടുത്തു, എന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞ ഒരു പസില് ടു എ നാച്ചുറൽ ടീം ആസ് ഡോക്ടേഴ്സും നഴ്സസും ഹു ആക്ച്വലി പെർഫോം ഓപ്പൺ ഹാർട്ട് സർജറി. ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ടീം, അത് അതിൽ ആരൊക്കെ ഉണ്ടാവും? ഡോക്ടേഴ്സും ഉണ്ടാവും, നഴ്സസും ഉണ്ടാവും. അങ്ങനെ ഒരു ടീമിലാണ് റിസർച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് റിസർച്ച് ദാറ്റ് ഇസ് സീൻ ദാറ്റ് വൺ ഇസ് ടു ആർട്ടിഫിഷ്യൽ ആൻഡ് അതർ ഇസ് ടു അൺകൺട്രോളബിൾ. 2 ഗ്രൂപ്പാണ്. ഒന്നെന്താണ് 5 പേരടക്കുന്ന സൈക്കോളജി സ്റ്റുഡൻസ് ആണെങ്കിൽ, മറ്റേത് എന്താണ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് നഴ്സിന്റെ ടീമാണ്. ഇത് ആരാണ് ആർട്ടിഫിഷ്യൽ, ആരാണ് അൺകൺട്രോളബിൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോയത്. വൺ കോണ്ടെക്സ്റ്റ് ദാറ്റ് അലോ റിസർച്ച് ടു കമ്പൈൻ ആൻഡ് ബാലൻസ് ബോത്ത് ദ നീഡ് ഫോർ റിയാലിറ്റി ആൻഡ് ദ നീഡ് ഫോർ കൺട്രോളബിലിറ്റി ഇൻ സ്പോർട്സ്. അതുപോലെ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് റിസർച്ചേഴ്സ് എടുക്കുന്നതാണ് സ്പോർട്സിലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ കൺട്രോളബിലിറ്റിയും അതുപോലെ തന്നെ റിയാലിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഗ്രൂപ്പിനെ പഠിക്കുക, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗ്രൂപ്പിനെ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഭയങ്കര കടുകട്ടി സാഹിത്യത്തിലൊക്കെയാണ് എഴുതാ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ എപ്പോഴും എന്താണ് ക്യൂരിയസ് ആണ്, അല്ലെങ്കിൽ ഇഷ്ടമാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഗ്രൂപ്പ്. നാച്ചുറലി ഉണ്ടാവുന്ന റിയൽ വേൾഡ് ഗ്രൂപ്പും ആർട്ടിഫിഷ്യലി ക്രിയേറ്റിംഗ് ഗ്രൂപ്പും. ഇനി ഇതാ ഇൻട്രൊഡക്ഷൻ നോക്കിക്കേ. അക്കോർഡിംഗ് ടു ഫോർഷെറ്റ് 1999, groups are best characterized by certain key features. ഒരു ഗ്രൂപ്പിന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അവർക്ക് കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുത്തു നോക്കി, ഒരു ക്രിക്കറ്റ് ടീം 11 പേരടങ്ങും, അതിലൊരു ക്യാപ്റ്റൻ ഉണ്ടാവും, ബൗളേഴ്സ് ഉണ്ടാവും,
ബാറ്റ്സ്മാൻ ഉണ്ടാവും, ഫീൽഡേഴ്സ് ഉണ്ടാവും അല്ലെ. അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എല്ലാ ഗ്രൂപ്പിലും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. These features include structured pattern of communication. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. ഇൻഡിപെൻഡൻസ് among മെമ്പേഴ്സിന് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. ഷെയർഡ് ഐഡന്റിറ്റി ഉണ്ടാവും, അതിൽ ഷെയർഡ് ഐഡന്റിറ്റി ഉണ്ടാവും അല്ലെ. ബൗളേഴ്സ് അതൊരു ഷെയർഡ് ഐഡന്റിറ്റിയാണ്. ബാറ്റ്സ്മെൻ അതൊരു ഷെയർഡ് ഐഡന്റിറ്റി അല്ലെ. ഫീൽഡേഴ്സ് ആൻഡ് ഐഡന്റിഫിക്കൽ റോൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. റോൾസ് ആണ് ബൗളിംഗ്, ബാറ്റിംഗ്, ഫീൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു. Although most of these features can be established in artificial groups, such as group likely lack a certain amount of generatability to naturally occurring groups and therefore offer less insight into dynamics of sports team. അതായത് although most of these features can be established, അതായത് ഈ ഫീച്ചേഴ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവുക ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അവിടെയാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടാവുന്നത്? സ്ട്രക്ചേർഡ് പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ഷെയർഡ് ഐഡന്റിറ്റി, ഡിഫിക്കൽട്ട് റോൾസ്. പക്ഷെ പറയപ്പെടുന്നത് നാച്ചുറലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും നമ്മൾ അറിയാതെ നമ്മളിലേക്ക് അതങ്ങട്ട് വരുന്നുണ്ടെന്ന്. ശരിക്കും പറയാനല്ല, ഞാൻ ഉണ്ടക്കയിലൊക്കെ പോയ സമയത്ത് അതെനിക്ക് എവിഡന്റ് ആയിരുന്നു കേട്ടോ. അതൊരു നാച്ചുറലി ക്രിയേറ്റഡ് ഗ്രൂപ്പാണ്. ഞാൻ ഒന്നും അറിയാതെ നമ്മൾ കുറച്ച് സൈക്കോളജിസ്റ്റുകൾ കയറി പോവാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലോകമായിരുന്നു. കുറെ പിന്നെ വിക്ടിംസ് ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, പല പല വിഭാഗത്തിലുള്ള. പക്ഷെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ഗ്രൂപ്പ്. നമ്മൾ ഷെയർഡ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ചെയ്തു. അപ്പൊ അത് ഒന്നാമത്തെ ദിവസം നമ്മൾ അവിടെ അങ്ങനെ പോയിന്നുള്ളു. 2-3 ദിവസം ആകുമ്പോഴത്തേന് ഒരു നാച്ചുറലി ക്രിയേറ്റഡ് പോലെ അത് ആയിട്ട് മാറി. ഒരിക്കലും ഞങ്ങൾ കണക്റ്റഡോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് അങ്ങനെ ഞങ്ങളെ വിട്ടൊന്നല്ല. നാച്ചുറലി പിന്നെ അവർ നമ്മളെ വിളിക്കുക, നമ്മൾ അവരെ വിളിക്കുക. കുറച്ച് ദിവസമാണെങ്കിലും വാസ് റിയലി എന്താ പറയാ ഒരു ഡെസ്റ്റിനി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഓഫ് കോഴ്സ് നാച്ചുറലി ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലും ഇതൊക്കെ കാണപ്പെടാം. As groups, sports teams have been a boon to both basic research and applied research with the social psychology. കാരണം സോഷ്യൽ സൈക്കോളജിയുടെ റിസർച്ച് ടീമിനെ അപ്ലൈഡ് ടീമിനൊക്കെ സ്പോർട്സ് ടീം ഒരു ബൂണാണ്, വരമാണ്. ബൂൺ എന്ന് പറഞ്ഞാൽ വരം. Sports team at any level typically contain a rich and recognizable structure. സ്പോർട്സ് ടീം എങ്ങനെയായാലും ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ. അത് ഏത് കബഡി ആയിക്കോട്ടെ, കൊക്കോ ആയിക്കോട്ടെ, പിന്നെ ഹോക്കി ആയിക്കോട്ടെ, വോളിബോൾ ആയിക്കോട്ടെ, ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ, എന്തിനും അല്ലെ. They have clear agreed on roles that define the behavioral expectation for each member, as well as norms that define and reinforce what behavior are acceptable within the team. അവർക്ക് എപ്പോഴും ടീമിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ റോൾ ഉണ്ടാവും, ക്ലിയർ ആയിട്ടുള്ള നോംസ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അവർക്ക് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കപ്പെട്ടിട്ട് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, the norms and expectations pertaining to coaches are clearly different from those pertaining to players. കോച്ചസിനുള്ള നോംസ് നേരെ ഡിഫറെന്റ് ആയിരിക്കും ആർക്കുള്ള നോംസ്, പ്ലേയേഴ്സിനുള്ള നോംസ്. Individual must balance their own motives and abilities with those the team members around them to achieve conjoint mutually desirable outcome. കണ്ടോ, അവിടെ എന്തായിരിക്കണം? എല്ലാരും ബാലൻസ് ചെയ്യണം. ഒരാൾ തെറ്റിപ്പോയാൽ ചിലപ്പോൾ ടീം തോറ്റു പോകും. നമുക്ക് സ്പോർട്സ് ഓറിയന്റഡ് ഫിലിം അല്ലെ, ജയ് ഹിന്ദ്, എന്തിനാ ഷാറുഖ് ഖാന്റെ ഫിലിം, എനിക്ക് പേര് കിട്ടുന്നില്ല, ഡങ്കൽ. പിന്നെ ഇൻഡിവിജ്വൽ ആണെന്ന് വെച്ചാൽ ആ ഫിലിം ഏതായിരുന്നു? ഹോക്കിയുടെ ചക് ദേ ഇന്ത്യ. യെസ്, ചക് ദേ ഇന്ത്യ. ചക് ദേ ഇന്ത്യയിലൊക്കെ നമുക്ക് കറക്റ്റ് ഒരാള് ബാക്കോട്ട് മൊത്തം ബാധിക്കും അല്ലെ. ചക് ദേ ഇന്ത്യ മൂവി കണ്ടിട്ടുണ്ടോ? അതിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവണം. അവർക്ക് എല്ലാവർക്കും അവരുടെ ഓൺ മോട്ടീവ്സ് ബാലൻസ് ചെയ്യണം. എനിക്ക് എക്സൽ ചെയ്യണം വെച്ചാൽ ചിലപ്പോൾ ടീം തോറ്റോ. സോ എല്ലാവരുടെ മോട്ടീവ്സും എബിലിറ്റീസ് ഒക്കെ ബാലൻസ് ചെയ്യണം. ഒരു ടീമിൽ നിൽക്കുമ്പോൾ നമ്മുടെ സ്വതന്ത്ര താല്പര്യം അല്ലെങ്കിൽ സ്വതാല്പര്യം നമ്മുടെ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? Individuals must balance their own motives and abilities with those of team members around them to achieve conjoint mutually desirable outcome. അവരെല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ എന്താ ഒരു ബാലൻസിൽ കൊണ്ടുപോയാൽ മാത്രമേ അവിടെ മ്യൂച്വലി എല്ലാവർക്കും കൂടി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ ഇപ്പൊ ഇങ്ങനെ കളിച്ച ഞാൻ ചിലപ്പോൾ ബെസ്റ്റ് പ്ലെയർ ആവും, പക്ഷെ എന്റെ ടീം തോറ്റു പോവാം. സോ എന്ത് ചെയ്യണം? ഇതെല്ലാം ബാലൻസ് ചെയ്തില്ല. അപ്പൊ സ്വന്തം ഇഷ്ടവും സ്വന്തം താല്പര്യവും സ്വന്തം മോട്ടീവ്സിനൊക്കെ ബാലൻസ് ചെയ്താൽ മാത്രമേ ഒരു ടീമിന് എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. These groups operate with a larger social system that includes fans and parents and communities and leagues and അങ്ങനെ പലതുണ്ട്. There is a wide variety of clear feedback. Team win and loss, player and team statistics are maintained. Players are cut or quit and so forth. അവിടെ പല കാര്യങ്ങളുണ്ട് അല്ലെ. ഫീഡ്ബാക്ക്, ജയിക്കാം, തോക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാം. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചില അപ്പിലേക്ക് പോവാം, അവര് ക്വിറ്റ് ചെയ്യാം അല്ലെ. മെസ്സിയുടെ വിരമനം ഒക്കെ നമ്മൾ കുറെ കണ്ടതൊക്കെയാണ്. സോ
പറഞ്ഞു വന്നത് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾക്ക് ടീമിനെ പഠിക്കും ഏറ്റവും നല്ല ടീം സ്പോർട്സ് ടീമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോംസ് ഉണ്ട്, അതുപോലെ തന്നെ അവർ സ്വന്തം മോട്ടീവ്സിനെയും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടേ മറ്റെല്ലാവർക്കും ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കം വരുള്ളൂ. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ലീഗ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഓൾസോ ക്ലിയർ ഫീഡ്ബാക്ക് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ജയിക്കാം, ഒരു ഗ്രൂപ്പ് തോക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാതിരിക്കാം, അല്ലെ, ക്വിറ്റ് ചെയ്യാം, സോഫോർത്ത്, അല്ലെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടങ്ങിയതാണ് ഒരു സ്പോർട്സ് ടീം. സോ സോഷ്യൽ സൈക്കോളജിക്ക് ടീമിനെ പഠിക്കാൻ ഏറ്റവും നല്ല ഒരു എന്താ പറയാ മീഡിയമാണ് സ്പോർട്സ് ടീം എന്ന് പറയും. ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? Given the characteristics of sports team, it is understandable that most of the social psychological work has focused on their internal social dynamics. അപ്പൊ നമ്മള് സ്പോർട്സ് ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവണം എന്താണ് ഇന്റേണൽ സോഷ്യൽ ഡൈനാമിക്സ് തന്നെയുണ്ട്. ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഓഫ് ദി ടോപ്പിക്സ് എക്സാമിൻ ഇൻ സ്പോർട്സ് ടീം ടീം കൊഹിഷൻ ആണ്, ഗാഢബന്ധം. ഞാൻ പറഞ്ഞില്ലേ, ആ ചക്രയ്ക്ക് കാണുമ്പോൾ ഒരാള് പിന്നോട്ട് നിന്ന് പോയി ആ ടീമിന്റെ സാധനം അങ്ങോട്ട് പോകും. കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഉണ്ട്, ടീമിന്റെ കോൺഫിഡൻസ് ഉണ്ട്. ഒരാൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞാൽ തന്നെ ടീമിനെ അത് മൊത്തത്തിൽ ബാധിക്കും. ഗ്രൂപ്പിന് ഒരു ഗോൾ ഉണ്ട്. ദീസ് ടോപ്പിക്സ് ആർ കവേർഡ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പം നമ്മളിപ്പോ കവർ ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അതായത് ടീം കൊഹിഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഗോൾ സെറ്റിംഗ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഉണ്ട്. ഇതൊക്കെയാണ് സ്പോർട്സ് ടീമുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ സ്പോർട്സ് ടീമിന്റെ ആണ് കേട്ടോ. ഇൻപുട്ട്, ത്രൂപുട്ട്, ഔട്ട്പുട്ട്, ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് എബിലിറ്റീസ് ഉണ്ട്, ഗ്രൂപ്പിന് എബിലിറ്റീസ് ഉണ്ട്, അല്ലെ. അപ്പം കോഹ്ലി നല്ല ബാറ്റ്സ്മാൻ ആണ്, അത് കോഹ്ലിയുടെ ആണ്. പക്ഷെ ഗ്രൂപ്പിനും ഒരു എബിലിറ്റീസ് ഉണ്ട്, ഇൻഡിവിജ്വലിന് ഒരു എബിലിറ്റി ഉണ്ട്, ഗ്രൂപ്പിന് മൊത്തത്തിലുണ്ട്. കോഹ്ലി, ധോണി അങ്ങനെയൊക്കെ വരുമ്പോ എനിക്ക് സ്പോർട്സ് ആയിട്ട് വലിയ കണക്ഷൻ, എനിക്ക് ആ കാര്യങ്ങൾ കുറച്ച് ക്രിക്കറ്റ് അത് വെച്ചിട്ട് ഞാൻ പിടിച്ചു നിൽക്കാം കേട്ടോ. എനിക്ക് ഒരു സ്പോർട്സ് വല്ലാണ്ട് അറിയില്ല. പണ്ടൊക്കെ ക്രിക്കറ്റ് കാണാറുണ്ടായിരുന്നു. ഒരു സ്പോർട്സിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ആകെ അറിയുന്ന ക്രിക്കറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് ആകെ അറിയാം കോഹ്ലിനെ അറിയാം, ധോണിനെ അറിയാം, സച്ചിൻ തെണ്ടുൽക്കറിനെ അറിയാം, ദ്രാവിഡിനെ അറിയാം. പിന്നെ പണ്ട് എന്റെ മാമന് പാകിസ്ഥാനും ഇന്ത്യയുടെ ഒക്കെ കളി കാണുമ്പം ഈ ഷൊഹൈബ് അക്തർ അങ്ങനെയൊക്കെ കുറച്ച് പേരെ അറിയാം. അല്ലാതെ എനിക്ക് ഒരു ഒന്നും അറിയില്ല. അപ്പം ഓരോരുത്തർക്കും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഴിവുണ്ട്, ഗ്രൂപ്പിന്റെ ആട്രിബ്യൂട്ട്സും ഉണ്ട്. ഈ സോഷ്യൽ സൈക്കോളജിക്കൽ കൺസ്ട്രക്ട് കെമിസ്ട്രി ഉണ്ട്. അവിടെയാണ് ടീം പെർഫോമൻസും അതർ ഔട്ട്കം. ശരിക്കും സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സ്പോർട്സ് സൈക്കോളജിസ്റ്റുകളൊക്കെ ഇത് ബൂസ്റ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽ അബിലിറ്റിയും ഗ്രൂപ്പിന്റെ ആട്രിബ്യൂട്ട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു നല്ല ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത്. അവിടെയാണ് ടീം പെർഫോമൻസിലേക്ക് എത്തുന്നത്. ബട്ട് സ്പോർട്സ് ടീമിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ടീം കൊഹിഷൻ എന്ന് പറയുന്നത്. ടീമിന്റെ ഗാഢബന്ധത്തിനെയാണ് ടീം കൊഹിഷൻ എന്ന് പറയുന്നത് കേട്ടോ. Yeah. If you have ever played a team sport, one of the issues that may be immediately recognizable is the importance of how much you like or dislike your teammates. നിങ്ങൾ എപ്പോഴും കളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ടീംമേറ്റ്സും ടീമും എത്ര നിങ്ങൾക്ക് ഇഷ്ടമാണ് അതിനനുസരിച്ചിരിക്കും ആ ടീമിൽ നിൽക്കണോ വേണ്ട എന്നുള്ള തീരുമാനം. ഓക്കെ, the notion of unity or camaraderie has been the focus of much of the research in sports psychology. Typically, this had been referred to as cohesion, which has been defined as a dynamic process which is reflected in the tendency for a group to stick together and remain united in the pursuit of instrumental objectives and offer the satisfaction of members' effective needs. നല്ല കടുകട്ടി വാക്കുകളാണ് കേട്ടോ. ആയിരുന്നെന്താ ഇട്ടതൊരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ എന്താണെന്നറിയോ, ഇത് തെറ്റാണെന്നല്ല കേട്ടോ പറയാം. നമ്മൾ 4-5 ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് എടുക്കുന്നത്. ആയിരുന്നെന്താ ഇതെന്നെ എടുത്തരോ എന്ന് പറഞ്ഞതിനെ കൂടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ്. ബട്ട് നിങ്ങൾ സിമ്പിൾ വേർഡ്സിൽ എഴുതാൻ നിൽക്കണേ. കാരണം അത് ഇച്ചിരി കടികട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം വായിക്കുന്നവർക്ക് മനസ്സിലാവണം, എഴുതുന്നവർക്ക് മനസ്സിലാവണം. അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതാൻ വേണ്ടി നോക്കുക. നമ്മുടെ നോട്ട്സ് കുറച്ചുകൂടി സെമിനാർ ആണെങ്കിൽ നീ എനിക്ക് ഈ പണി തരണ്ടായിരുന്നു. നിങ്ങളത് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. ഭയങ്കര കടുകട്ടി വേർഡ്സ് ആണ് ഇങ്ങനത്തെ. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ നോട്ട്സ് വളരെ സിമ്പിൾ ആക്കി തരാൻ വേണ്ടി നോക്കാം. അപ്പൊ നോക്കിക്കേ എന്താ പറയുന്ന വെച്ചാല്, ടീം കൊഹിഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോസസ് ആണ്. നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു പണിയാണ് കേട്ടോ ഈ ടോപ്പിക് നോക്കിയിട്ട് സെമിനാർ എടുക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഐ എം സേയിങ്
എനിക്ക് അങ്ങനത്തെ ഒരു പണി നിങ്ങൾ തരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുത്തരുത്. ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ ടീം കോഹിഷനൊക്കെ ഞാൻ അത്ര എടുത്ത ടോപ്പിക് ആയിരിക്കും ഐ നോ. ഞാനത് നോക്കുമ്പോൾ ഇച്ചിരി കടുകട്ടിയായിട്ട് വാക്കുകൾ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ നോട്ടും കൂടി കമ്പയർ ചെയ്തിട്ട് പഠിക്കട്ടെ. ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ടീം കോഹിഷൻ എന്ന് പറയുന്നതാണ് ഒരുമിച്ച് നിൽക്കാനുള്ള ആ ഒരു ആത്മബന്ധത്തിനെയാണ് ടീം കോഹിഷൻ. എന്ത് വന്നാലും ഞാൻ ചിലപ്പോ എനിക്ക് ആ ടീമിലുള്ള ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ പോലും ടീമിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ശരിക്കും ആ കോഹിഷൻ ഉണ്ടെങ്കിൽ തന്നെ എന്തായി, ആ ടീം വിജയിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയൊന്നും നിങ്ങൾ ഈ നോട്ട് ജസ്റ്റ് ആര്യനന്ദയ്ക്ക് സെമിനാർ എടുക്കാൻ കൊടുത്താണ്. നമ്മൾ ആരും ഇത് പ്രിഫർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഭയങ്കര കടുകട്ടിയായിട്ടാണ്. നിങ്ങൾ നമ്മുടെ നോട്ടായിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം കേട്ടോ. ആര്യന്ദ, നീ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഈ ടീച്ചറിനോട് പോയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി പറയാം. എന്നിട്ട് പറയാം, നിങ്ങൾ പെയ്ഡ് ആയിട്ട് പഠിക്കുകയല്ലേ, അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. കാരണം ഭയങ്കര കടുകട്ടി വേർഡ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കാൻ എത്രയോ അത്ര എന്താണ് കോഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് പ്രോസസ് ആണ്. അവിടെ സ്റ്റിക്ക് ടുഗെദർ എന്നാണ് പറയുന്നത്. നമ്മള് ഒന്നിച്ച് നിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസിക്കാണ് കോഹിഷൻ എന്ന് പറയുന്നത്. ലുക്കിംഗ് ബാക്ക് അറ്റ് ദ സ്റ്റോറി ഓഫ് ദ ഓക്സ്ഫോർഡ് റോയിങ് ക്ലബ് ഇൻ ദ ഓപ്പണിംഗ്. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ലെറ്റ്സ് ഗോ ടു അവർ നോട്ട്. അപ്പൊ ഒന്നും കൂടെ പറയാണ്, കോൺസെപ്ച്വൽ നേച്ചർ ഓഫ് ടീം കോഹിഷൻ ഇതും കൂടെ പറഞ്ഞുതരാം. അതായത് കോഹിഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് ടീമിന്റെ വേണ്ട ഒരു കാര്യമാണ്. വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടീമിന് കോഹിഷൻ വേണം. ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ഗാഢബന്ധത്തിനാണ് എന്തെന്ന് പറയാ, ടീം കോഹിഷൻ എന്ന് പറയുന്നത്. അതായത് എന്ത് വന്നാലും ആ ഒരു പോയിന്റ് ആട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് കോഹിഷൻ വിച്ച് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ഡൈനാമിക് പ്രോസസ് വിച്ച് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ടെൻഡൻസി ഫോർ എ ഗ്രൂപ്പ് ടു സ്റ്റിക്ക് ടുഗദർ ആൻഡ് റിമെയിൻ യുണൈറ്റഡ് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ഇൻസ്ട്രുമെന്റൽ ഒബ്ജക്റ്റീവ്. ആ ഗ്രൂപ്പിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുക. ആൻഡ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് മെമ്പേഴ്സ് എഫക്റ്റീവ്. ഓരോരുത്തരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടീം കോഹിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോൺസെപ്ച്വൽ നേച്ചർ ഓഫ് ടീം കോഹിഷൻ? ദ പ്രിസീഡിംഗ് ഡെഫിനിഷൻ ഓഫ് കോഹിഷൻ possessed by Caron and colleagues reflects 4 key characteristics of the construct, namely the cohesion. കോഹിഷന് വേണ്ടിയിട്ട് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആര് പറഞ്ഞിട്ടുണ്ട്? കോഹിഷൻ എന്നുള്ള ടെർമിനോളജി ബന്ധപ്പെട്ടിട്ട് 4 എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. കോഹിഷൻ എന്താണ്? മൾട്ടി ഡയമെൻഷണൽ ആണ്, ഡൈനാമിക് ആണ്, എഫക്റ്റീവ് ആണ്, ഇൻസ്ട്രുമെന്റ്. എന്താണ്? ടീം കോഹിഷന് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. മൾട്ടി ഡയമെൻഷണൽ, ഡൈനാമിക്, എഫക്റ്റീവ്, ഇൻസ്ട്രുമെന്റൽ. ഇനി മൾട്ടി ഡയമെൻഷണൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിംപ്ലി മീൻസ് ദാറ്റ് കോഹിഷൻ ഇസ് നോട്ട് വൺ സിമ്പിൾ ഫാക്ടർ ബട്ട് റാദർ ദാൻ എ സം ഓഫ് സെവറൽ ഇന്റർ റിലേറ്റഡ് ഫാക്ടർ. അതായത് ഒറ്റ ഫാക്ടർ അല്ല ഈ കോഹിഷൻ എന്ന് പറഞ്ഞത്, ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയതാണ്. ഈ ഗാഢബന്ധം എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമല്ല. ദിസ് റിഫ്ലക്ട് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് നോഷൻ ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് കോഹിഷൻ. ഫെസ്റ്റിംഗർ ആൻഡ് സ്കാറ്റർ ആൻഡ് ബാക്ക് സ്റ്റാർട്ടഡ് ദാറ്റ് കോഹിഷൻ ഇസ് ദ സം ഓഫ് ടോട്ടൽ ഓഫ് ഓൾ ഫോഴ്സസ് ദാറ്റ് കോഴ്സ് മെമ്പേഴ്സ് ടു റിമെയിൻ ഇൻ ദ ഗ്രൂപ്പ്. എല്ലാ ഫോഴ്സുകളും ഉണ്ട് അല്ലെ. അതിപ്പം ഭക്ഷണ കാര്യത്തിലായിക്കോട്ടെ, താമസ സൗകര്യത്തിലായിക്കോട്ടെ, പ്രാക്ടീസിങ് ആയിട്ട് പല ഘടകങ്ങളിൽ ഒരുമിച്ച്, അല്ലാണ്ട് ആ കളിക്കുന്ന സമയത്ത് മാത്രം ഒരുമിച്ച് നിൽക്കാന്നല്ല, മൾട്ടി ഡയമെൻഷണൽ ആണ്. The sum of total can be include a variety of factors. For instance, players must stay on a team because they are like teammates, and or the coach because staying on the team gives the best opportunity to be successful. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മൾട്ടി ഡയമെൻഷൻ, ഒരു ഫാക്ടർ മാത്രം ഉണ്ടായെന്ന് വെച്ചാൽ കോഹിഷൻ വരില്ല. പല കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം, അല്ല പിന്നെ പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ പല പല ഘടകങ്ങൾ അടങ്ങിയതാണ് എന്ത്, ടീം കോഹിഷൻ എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് ആണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. The notion that cohesion is a dynamic means that although it is relatively stable, cohesion does not tend to be fluctuate over time. Team cohesion tend to wax and wane over the course of reason. അവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് അവിടെ എന്താ പറയാ, കോഹിഷൻ എന്ന് വെച്ചാൽ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം എന്നൊരു സാധനമില്ല. റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞില്ലേ ആ ചക്ര ഫിലിമിലേക്ക് വീണ്ടും പോവാണ്, ആവശ്യം വരുമ്പോൾ നമുക്ക് എന്താവണം, അവിടെ ഫ്ലെക്സിബിളും ആവണം. റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെങ്കിൽ പോലും ഫ്ലക്ച്വേറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ വേണം. യു മേ ഹാവ് ഹേർഡ് ദാറ്റ് സെന്റിമെന്റ് ദാറ്റ് വിന്നിംഗ് cures everything. One thing that team success may cure is a lack of cohesiveness. കണ്ടോ? One thing that team success may cure is a lack of cohesiveness. അതായത് ഇവിടെ എന്താ പറയുന്നത്, ഒരു സെന്റിമെന്റ് ആണ്, വിന്നിങ് ക്യൂർസ് എവറിത്തിങ്, ജയിച്ചാൽ എല്ലാം മറക്കും. അവിടെ ആ കൊഹസീവ്നെസ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ആ ഒരു വേർഡ് വരുന്നത് എന്നാണ് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് കോഹഷൻ ഡിസ്കസ് മോർ ഫുള്ളി ലേറ്റർ. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ഇമ്പോർട്ടന്റ്. അതായത് മൾട്ടി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
ഒരു ഫാക്ടർ മാത്രമല്ല കോഹഷൻ, ഒരുപാട് ഫാക്ടർ ഉണ്ട്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെങ്കിലും ഓവർ ടൈം വരുമ്പോൾ എന്താവണം? ഫ്ലെക്സിബിൾ, വാക്സി ഫ്ലെക്സിബിൾ ആവേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ട്? ടീം കോഹഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അഫക്റ്റിവിറ്റി. Affectivity refers to the emotional state of the athletes. You cannot understand cohesion unless you recognize the part of what keeps a team united is how the players feel about one another. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എഫെക്ഷൻ നിർബന്ധമാണ് കോഹഷൻ. അവൻ എന്റെ കോളി, പിന്നെ ടീം പ്ലെയർ ആണ്, അവനെ ഞാൻ പാസ് ചെയ്താൽ അവനൊരു ഗോള് കിട്ടും, അപ്പം അവന് ഗോൾ അടിക്കട്ടെ എന്ന് ഞാൻ കൊടുക്കാൻ വേണ്ടി പറ്റണം. ആ എഫക്ടിവിറ്റി ഉണ്ട്, അത് ഫീൽ ഫോർ അതർ. Likewise, another big part of how cohesive team has to do with its goal and objectives. Goals ഉം ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റൽ എന്ന് പറയുന്നത്. ഒരേ ഗോളും ഒരേ ഒബ്ജക്റ്റീവും ആയിരിക്കണം ഒരു ടീമിന് വേണ്ടത്. Goals and objective are most obvious feature about which a team of players will remain united. That is instrumental nature of cohesion. ആണോ? ഒരേ ഗോൾ, എനിക്ക് ഗോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം ടീം ജയിക്കണമായിരിക്കണം ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് അവിടെ വേണം. ഫോർ എക്സാമ്പിൾ, മെമ്പേഴ്സ് ഓഫ് എ ടീം who do not socialize very much may still be very united over their goal to win a championship. ആണോ? ചിലപ്പം നമ്മൾ അത്ര വലിയ സോഷ്യലൈസ്ഡ് അല്ലെങ്കിൽ പോലും നമ്മൾ ആ ചാമ്പ്യൻഷിപ്പ് വിനയം നമ്മൾ ഒരുമിച്ച് എന്തായിരിക്കും ആ ഒബ്ജക്റ്റീവിന് വേണ്ടി ഓക്കെ. അപ്പൊ ടീം കോഹിഷൻ എന്ന് പറഞ്ഞാൽ ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഗാഢ ബന്ധത്തിനെയാണ്. 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടീം കോഹിഷൻ അല്ലെങ്കിൽ കോഹിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, അതായത് ഫ്ലെക്സിബിൾ ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫീലിങ്സ് എഫക്ടിവിറ്റി ആണ്, നാലാമത്തത് ഇൻസ്ട്രുമെന്റൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി മെഷർമെന്റ് ഓഫ് ടീം കോഹിഷൻ. ടീം കോഹിഷൻ ഉണ്ടെന്ന് എങ്ങനെ മെഷർ ചെയ്യാം, അതിനുപയോഗിക്കുന്ന സ്കെയിൽസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ ഒരൊറ്റ പോയിന്റ് എഴുതി വെച്ചാൽ മതി. കോഹസിവ്നെസ് ഇൻ സ്പോർട്സ് ടീം ഹാസ് ബീൻ മെഷർ യൂസിങ് വെറൈറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ്. ഒരുപാട് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. മോസ്റ്റ് സ്റ്റഡീസ് ഹാവ് റിലൈഡ് ഓൺ സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യനയർ, സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ തന്നെയാണുള്ളത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഇൻ ദ ഗ്രൂപ്പ് എൻവയോൺമെന്റ് ക്വസ്റ്റ്യനയർ. ഒന്ന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനയർ ആണ് ഗ്രൂപ്പ് എൻവയോൺമെന്റ് ക്വസ്റ്റ്യനയർ. അത് വിറ്റ്മർ, ബ്രൗലി ആൻഡ് കെറോണ്ടതാണ് കേട്ടോ. അതാണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനയർ എന്ന് പറയുന്നത് കോഹിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും മതി കേട്ടോ കോഹിഷനിൽ. കാരണം ടീമിന്റെ എന്താണ് ഒരു സബ് ടോപ്പിക് ആണ് കോഹിഷൻ. അപ്പൊ കോഹിഷൻ ഒരു 3 വെയിറ്റേജിന് വന്നാൽ സ്പോർട്സ് ടീം എന്താന്ന് എഴുതാ, കോഹിഷൻ എന്താണെന്ന് എഴുതാ, 4 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാ, ഏത് സ്കെയിലാണെന്ന് എഴുതി വെക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? സൈനു ആ ഓക്കെ ആണോ? പറഞ്ഞേ. കോഹിഷൻ അത്ര അങ്ങനെ ഇതിലങ്ങനെ വന്നിട്ടൊന്നുമില്ലല്ലോ. എസ് എ ആയിട്ടൊന്നും വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. 3 മാർക്സിന് വരാണെങ്കിൽ ഇത്ര എഴുതി വെച്ചാൽ ഓക്കെ ആണോ? പറ, നിങ്ങൾ എല്ലാരും പറഞ്ഞ ഓക്കെ ആണോന്ന്. ഈ സ്പോർട്സ് ടീം ആണ് വരുന്നതെങ്കിൽ സ്പോർട്സ് ടീമിന്റെ മൊത്തം ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കണം, കോഹിഷൻ എഴുതി വെക്കണം, പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു സ്പോർട്സ് ടീം അല്ലെങ്കിൽ ടീമിന് വേണ്ട ഒരു കാര്യമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. പാസ് അല്ലെങ്കിൽ റോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടീമിനെ പിടിച്ചിരിക്കാൻ വേണ്ടി കഴിയുള്ളൂ കേട്ടോ. If a team is a group of people acting together to achieve a shared goal, ഒരു ടീം എന്ന് പറയുന്നത് ഒരേ ഗോളിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ് ദാറ്റ് ടീം മെമ്പേഴ്സ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ ടു അച്ചീവ് ദ ഗോൾ. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം? നഖശിഖാന്തം പരിശ്രമിക്കുക തന്നെ വേണം. ഹൗ ഡു പ്ലേയേഴ്സ് ഹു കനോട്ട് ടോക്ക് ഓർ സിഗ്നൽ ടു വൺ അനദർ ഡിസൈഡ് ഹൗ ടു പ്ലേ ടുഗദർ? അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽ കൊടുക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിന് ഒരുമിച്ച് പ്ലേ ചെയ്യാൻ പറ്റുക? ക്ലാസ് എടുക്ക കുഞ്ഞാ. As essential as communication is to groups, team cohesion still has not been widely studied. Perhaps this is not surprising. Communication may be difficult to study because of its so ubiquitous. If the communication can be defined as interpersonal act that exchange meaning and information, then what is no communication?
ടെക്സ്റ്റ് ബുക്കിലായിരിക്കണം. കമ്മ്യൂണിക്കേഷനെ പറ്റി അധികം റിസർച്ച് നടന്നിട്ടില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള തീം അടുത്തയാൾക്ക് പാസ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചർ ഓഫ് ടീം കമ്മ്യൂണിക്കേഷൻ. Recently, a relatively precise conceptualization of communication emerged in the work of Sullivan and Felsen, who defined communication in a very specific sense. They used the phrase effective communication in sports to refer to those interactions that enhance the operation of the team and its members. കണ്ടോ, ഒരു ടീമില് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ആ ടീമിന്റെ മെമ്പേഴ്സിന് ഇടയ്ക്ക് എന്താണ് ഓപ്പറേഷൻസ് എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഗ്രൂപ്പില് കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാൻ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, മെസ്സേജ് ബിറ്റ്വീൻ ടീംമേറ്റ്സ് ദാറ്റ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് ടീം പെർഫോമൻസ് ഓർ മോർ സാറ്റിസ്ഫൈഡ് പ്ലേയേഴ്സ് വുഡ് ബി കൺസിഡർഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ദേ കോൺട്രിബ്യൂട്ട് ടു എ ബെറ്റർ ഫംഗ്ഷനിങ്. അതായത് അവർ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിക്കേഷൻ വെറുതെ ചളവള വർത്താനല്ല, ആ കമ്മ്യൂണിക്കേഷൻ കാരണം ടീമിന്റെ പെർഫോമൻസ് ഹൈ ആവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The notion is based on the definition of communication as a symbolic process by which two people bound together in a relationship provide each other with resource or negotiate the exchange of resource. കണ്ടോ, രണ്ട് പേര് അവരുടെ റിസോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ കൈമാറുന്നതിനെയാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടീമിലെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഈ കമ്മ്യൂണിക്കേഷൻ ടീമിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ടീം അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ റിസോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. എന്താണ് റിസോഴ്സ്? റിസോഴ്സ് ഇസ് എനി കമ്മോഡിറ്റി വെദർ മെറ്റീരിയൽ ഓർ സിംബോളിക് ദാറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച്. ഇങ്ങനെ കാണിക്കാം. അപ്പൊ കാണിക്കാണ്, അതാ വെള്ളം വേണം, എവിടെയുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെ കാണിക്കുക. അതൊക്കെ എന്താണ്? ആ ടീമിനെ ബൂസ്റ്റ് ചെയ്യുക. ഒരു റിസോഴ്സ്, അതായത് ഈ ടീമിനെ ബൂസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള റിസോഴ്സ് നമ്മളെ കയ്യിലുണ്ട്, അത് അപ്പുറത്തെ ആൾക്ക് ഈ ടീമിന്റെ പെർഫോമൻസിന് വേണ്ടി കൈമാറാം. അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഈ കൈമാറുന്ന ആ മെസ്സേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസോഴ്സ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ടീം ബിൽഡിംഗ്. Team building refers to achieve planned process of optimizing the abilities of teammates toward maximizing individual performance, team performance or social outcome. കണ്ടോ, ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്ലാൻഡ് പ്രോസസ് ആണ്. ഒപ്റ്റിമൈസ് ചെയ്യണം, മിനിമൽ അല്ല, മാക്സിമം എന്ന് വെച്ചാൽ പറ്റുന്ന അത്ര എബിലിറ്റീസ് ടീംമേറ്റ്സിന്, അങ്ങനെ അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യുക, ടീമിന്റെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യുക, നല്ല സോഷ്യൽ ഔട്ട്കം. To consider extent, team building interventions typically are directed towards improving a team's internal social dynamics. In other words, interventions are aimed at one or more of the various social psychological factors that have been reviewed in this chapter. അതായത് ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെ നമ്മുടെ എബിലിറ്റീസ് ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് എന്റെ പെർഫോമൻസും കൂടണം, ടീമിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസും കൂടണം, സോഷ്യലി ഉള്ള ഔട്ട്കം കൂടണം. ഇങ്ങനെയുള്ള ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ടീം ബിൽഡിംഗ് എന്ന് നമ്മൾ പറഞ്ഞു വന്നത്. ടീം ഡൈനാമിക്സ് എന്ന ടോപ്പിക് ആയിരുന്നു. അതിൽ സ്പോർട്സ് ടീം ആട്ടോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. അപ്പൊ ഒരു ടീമിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പഠിക്കാൻ സുഖം, കാരണം ഒരു സ്പോർട്സ് ടീമാണ്. കാരണം സ്പോർട്സ് ടീമിന് കൃത്യമായിട്ട് മെമ്പേഴ്സിന് എണ്ണം ഉണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്, അവർക്ക് സ്ട്രക്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്, നോംസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഒരു സ്പോർട്സ് ടീം. സ്പോർട്സ് ടീം എന്താണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. സ്പോർട്സ് ടീമിനായിട്ട് ബന്ധപ്പെട്ടുള്ള 3 ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. ടീം കൊഹിഷന്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ടീം ബിൽഡിംഗ്. അത് 3 ടീം കൊഹിഷൻ ആണെങ്കിൽ കൊഹിഷൻ എന്താണെന്ന് എഴുതണം, അതുപോലെ നേച്ചർ എഴുതണം, 4 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, അതുപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എഴുതാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടീം ബിൽഡിംഗ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? കോൺസെപ്റ്റ് കത്തില്ല, ഇത് കുറച്ച് കടുകട്ടിയാണ്, പക്ഷെ കോൺസെപ്റ്റ് എല്ലാവർക്കും കത്തിയില്ലേ? ഓക്കെ, നമ്മുടെ നോട്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതാം. അപ്പൊ മാക്സിമം ഇന്നോ നാളെ തന്നെ നിങ്ങൾ ടോപ്പിക്സ് ഇട്ട് തന്നാലും എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കാം. തേർഡ് സെമ്മിന്റെ ഇല്ലാത്ത ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു ഞാനെല്ലാം ലൈവ് തന്നെ എടുത്തുതരാം. ഓക്കെ ആണല്ലോ? ഇപ്പം ക്ലിനിക്കിൽ പുതിയ സ്റ്റാഫ്സും സൈക്കോളജിസ്റ്റും ഒക്കെ ഉള്ളതിനെ കൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഫ്രീയും ഫ്ലെക്സിബിളും ഒക്കെയാണ്. ഐ എം വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണാം. അതൊരു ഇറ്റ്സ് മീ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.